മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഫ്രാങ്കോച്ച, സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, വാക്കുകൾ കൊണ്ടുള്ള ഒരു കസർത്ത് ഇന്നിവിടെ ആവശ്യമില്ല. കാരണം ഈശോയുടെ ജീവിതത്തിൻ്റെ കുരിശിൻ്റെ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കർത്താവിൻ്റെ കുരിശ് ഒരു ദൃശ്യാവിഷ്കാരം എന്ന വണ്ണം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈശോ ജീവിതം കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നതാണ് കുരിശ് സ്നേഹമാണ്, സ്നേഹത്തിൽ നിന്നുള്ള സഹനവും സ്നേഹത്തെ പ്രതിയുള്ള ത്യാഗവുമാണ് എന്നുള്ളത്. ഇന്ന് ദുഃഖവെള്ളി, വലിയ ആഴ്ചയിലെ വലിയ ദിനം. എന്തുകൊണ്ടാണെന്നറിയില്ല, ഈ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെയൊക്കെ കണ്ണുകളിൽ ചിലപ്പോഴൊക്കെ ഈറനണിയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നാം ആചരിക്കുന്ന ദുഃഖവെള്ളി എല്ലാം ഉള്ളവൻ ഒന്നുമില്ലാത്തവർക്ക് വേണ്ടി സ്വന്തം സ്വപുത്രനെ മരണത്തിന് വിട്ടുകൊടുക്കുന്ന ദിനമാണ്. ജീവിതം സ്നേഹിക്കുന്നതിന് വേണ്ടിയുള്ളതാണെന്നും സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണെന്നും സ്നേഹിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ സ്നേഹിത ഇന്നെങ്കിലും സ്നേഹിച്ചു തുടങ്ങൂ എന്ന് നമ്മോട് ആവശ്യപ്പെടുന്ന ദിനമാണ് ഈ ദിനം. സ്നേഹത്തിന് വേണ്ടി ചിറകരിയപ്പെട്ട 33 വയസ്സുകാരൻ്റെ സ്നേഹയാഗമാണ് കാൽവരിയിലെ കുരിശുമരം നമ്മെ ഓർമ്മിപ്പിക്കുക. ചരിത്രത്തിൻ്റെ സുവർണ താളുകളിൽ സ്നേഹത്തിന് നവീനമായ പരാമർശം കൊടുക്കുന്ന ആദ്യത്തെ വ്യക്തി ക്രിസ്തുവാണ്. എന്താണ് സ്നേഹം എന്ന മാനവകുലത്തിൻ്റെ ചോദ്യത്തിന് ഈശോ കുരിശിലേക്ക് വിരൽ ചൂണ്ടുന്നു. സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് ഈശോയുടെ കുരിശുമരണം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആണ് നമുക്ക് മനോഹരമായ പ്രതീക്ഷയുടെ കരുത്തു പകരുന്ന രക്ഷയുടെ പ്രാർത്ഥന നമുക്ക് പകർന്നു നൽകുന്നത്. ഈശോ മിശിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു എന്നുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് മോക്ഷത്വവുമായ കുരിശെന്ന കഴുമരത്തെ വന്ദിക്കുവാൻ ആയിരങ്ങൾ അണിനിരക്കുന്ന ഈ ദിനത്തില് ഏവർക്കും ദുഃഖവെള്ളിയുടെ പ്രാർത്ഥനാ ആശംസകൾ ഒത്തിരി സ്നേഹത്തോടുകൂടെ നേരുന്നു. ഇഷ്ടമില്ലാത്തവരെയും കുറ്റവാളികളെയും ക്രൂരമായി നശിപ്പിക്കാൻ റോമാക്കാരും ഫിലിസ്ത്യക്കാരും കണ്ടെത്തിയ ഭീകരതയുടെ മുഖമാണ് കുരിശുമരം. സഭാപിതാക്കന്മാരുടെ കാഴ്ചപ്പാടിൽ മോശ മരുഭൂമിയിൽ അടിച്ച് ജലമൊഴുക്കിയ പാറയെയാണ് ഈ കുരിശുമരം ഉപമിക്കപ്പെടുന്നത്. പ്രത്യക്ഷത്തിൽ കഠിനവും ജലരഹിതവുമെന്ന് കരുതപ്പെടുന്ന പാറയിൽ നിന്ന് ജീവജലത്തിന്റെ കുത്തൊഴുക്കുണ്ടാകുമെന്ന് ആർക്കെങ്കിലും പ്രതീക്ഷിക്കാനാകുമോ? ഒരിക്കലുമില്ല. പക്ഷേ മോശയുടെ സ്പർശം കരിമ്പാറയെ ജീവജലത്തിന്റെ ഉറവയാക്കി മാറ്റിയതുപോലെ ക്രിസ്തുവിന്റെ സ്പർശം കുരിശിനെ രക്ഷയുടെ ജീവജലത്തിന്റെ ഉറവയാക്കി മാറ്റുന്നു. കരിമ്പാറ പോലെ അസാധ്യമെന്ന് തോന്നുന്ന നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളുടെ നടുവിൽ നമുക്ക് നഷ്ടധൈര്യരാകാതിരിക്കാനായിട്ട് പരിശ്രമിക്കാം. സാധാരണ ഒരു മനുഷ്യന് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ്, അല്ലെങ്കിൽ അവൻ്റെ കാഴ്ചകൾക്കും കാഴ്ചപ്പാടുകൾക്കും ചിന്തകൾക്കും അതീതമാണ് ക്രിസ്തു കുരിശിൽ അനുഭവിച്ച പീഡാസഹനം. ഒരു പക്ഷേ ക്രിസ്തു ഈ പീഡാസഹനം ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ പാപത്തിൻ്റെ ഭാരം വഹിക്കേണ്ടി വരുമെന്ന യാഥാർത്ഥ്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈശോയുടെ കുരിശിലെ ഭീകരത. ഈശോയുടെ ഭീകരത നമ്മുടെ ജീവിതത്തിൽ നാം വഹിക്കേണ്ട കുരിശിന്റെ ഭീകരതയെ കൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സ്നേഹിതരെ, ആ കുരിശിലേക്ക് നമുക്കൊന്ന് നോക്കാം. കഠിന പീഡകളാൽ ചോര വാർന്നൊഴുകുന്ന മുറിവുകളാൽ മാംസം ശരീരത്തോട് വിട്ടകലുന്ന വേദനയോടെ ആ കഠിന ഭാരമത്തിൽ ഈശോ കരുണയോടെ നമ്മെ നോക്കി മൂകമായ ഭാഷയിൽ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. പ്രലോഭകന്റെ വിശപ്പിന്റെ കെണിയിൽ ഇടറിപ്പോയ നമ്മുടെ പാദങ്ങളെ കുറിച്ച്, സമ്പത്തിന്റെ അഹങ്കാരത്തിൽ മതി പറന്നുപോയ നമ്മുടെ പൂർവകാല ജീവിതത്തെക്കുറിച്ച്, ആവശ്യക്കാരന്റെ ആവശ്യങ്ങളിൽ സഹായിക്കാതെ പുറംതിരിഞ്ഞു നിന്ന നമ്മുടെ മനോഭാവത്തെക്കുറിച്ച്, ഇന്ന് ക്രിസ്തു രക്തം വിയർപ്പാക്കി പ്രാർത്ഥിച്ച ഗത്സമനി മുതൽ കാൽവരി വരെയുള്ള ഈ ജീവിതയാഗത്തെ നമ്മുടെ
ധ്യാന വിഷയമാക്കാം. ഈ കുരിശിന്റെ വഴിയിൽ ക്രിസ്തുവിനെ മനുഷ്യർക്ക് വിട്ടുകൊടുത്ത, അധികാരത്തിന്റെ മത്ത് പിടിച്ച മനുഷ്യർ പറഞ്ഞ സകലതിനോടും ക്ഷമ ചോദിച്ച ക്രിസ്തു നൽകിയ ഈ രക്ഷയുടെ അനുഭവം നമുക്ക് ധ്യാന വിഷയമാക്കാം. ഈശോ യൂദാസിനോട് പറയുക ഇപ്രകാരമാണ്: യൂദാസെ, ചുംബനം കൊണ്ടാണോ നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത്? ചങ്ക് പറയുന്ന വേദനയോടെ ക്രിസ്തു യൂദാസിന്റെ കണ്ണുകളിൽ നോക്കി ഉരുവിടുന്ന വാചകം ഇപ്രകാരമാണ്: കൂടപ്പിറപ്പിനെ പോലെ അനേക നാളുകൾ കൊണ്ടു നടന്നിട്ടും പ്രലോഭകന്റെ സാന്നിധ്യത്തിന് മുമ്പിൽ കാലിടറി വീഴുന്ന യൂദാസിനെ നമ്മൾ കാണുന്നു. അവനാണ് ഈശോയെ ഒറ്റിക്കൊടുത്ത വ്യക്തി. യൂദാസിന്റെ അപരനാമമായ സ്കറിയോത്ത എന്ന പദത്തിന് പാരമ്പര്യം നൽകുന്ന അർത്ഥം കത്തി ധരിക്കുന്നവൻ എന്നാണ്. അരയിൽ കത്തി ധരിക്കുന്ന വ്യക്തിയാണ് യൂദാസ്. അങ്ങനെയാണ് പാരമ്പര്യം സ്കറിയോത്ത എന്ന പദത്തിന് നൽകുന്ന ഒരു വ്യാഖ്യാനം. ഗലീലിക്കാരനായ 11 സ്ലീഹന്മാരുടെ നടുവിൽ ഒറ്റപ്പെട്ടവനെന്ന ചിന്തയായിരിക്കാം ചിലപ്പോൾ ഒരുപക്ഷേ യൂദാസിന്റെ ഈ അവസ്ഥകൾക്ക് തുടക്കം. വിമോചകനും വിപ്ലവകാരിയുമായ ഒരു രക്ഷകനെ, ഒരു മിശിഹായെ, രാഷ്ട്രീയ മിശിഹായെ സ്വപ്നം കണ്ട ഈശോ അതായിരുന്നില്ല എന്നുള്ള ഒരു ചിന്തയായിരിക്കാം യൂദാസിന്റെ അധപതനത്തിന് തുടക്കം കുറിക്കുന്നത്. ഈശോ നൽകുന്ന സംരക്ഷണത്തെക്കാൾ അവൻ അഭയം തേടിയത് തൻ്റെ അരയിലുണ്ടായിരുന്ന കത്തിയിലായിരുന്നു. തൻ്റെ പണസഞ്ചിയിൽ നിന്ന് കൈവിടാതിരുന്ന യൂദാസ് ഈശോയെ ആ പണസഞ്ചി മൂലം ഒറ്റിക്കൊടുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദ്രവ്യാഗ്രഹമാണ് എല്ലാ തിന്മകളുടെയും മൂലകാരണമെന്ന് സുവിശേഷം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ദ്രവ്യാഗ്രഹമാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ തിന്മയ്ക്ക് കാരണമാകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പണസഞ്ചിയിൽ നിന്ന് പിടിവിടാതിരിക്കുന്ന ചിലപ്പോൾ അത്തരത്തിൽ നമ്മുടെ മനോഭാവങ്ങൾ ചിലപ്പോൾ ഈശോയെ ഒറ്റിക്കൊടുക്കുന്നതിന് കാരണമാകാം. അതൊരു തീർച്ചയാണ്. പണത്തെ സൂചിപ്പിക്കാനായിട്ട് മാമോൻ എന്ന പദമാണ് ഈശോ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു പൈശാചിക പദമാണ് ഈ പദം. ആ പദമാണ് ഈശോ പണത്തെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുക. പണമാണ് യൂദാസിനെ വഴിതെറ്റിച്ചത്. അഹറോന്റെ സ്വർണ്ണക്കുട്ടിയെയും സ്വർണ്ണക്കാളക്കുട്ടിയെയും മോശയുടെ ദൈവത്തെയും ഒരുമിച്ച് സേവിക്കാം എന്നുള്ള വിശ്വാസം ഇസ്രായേൽ ജനത്തെ വഴിതെറ്റിക്കുന്നുണ്ട്. ഈ തീരുമാനത്തിന് നടുവിൽ ആദ്യം ഇസ്രായേൽ ജനത എറിഞ്ഞുടയ്ക്കുക ദൈവകൽപ്പനകൾ എഴുതി വച്ചിരിക്കുന്ന കൽപ്പനകളാണ്. യഥാർത്ഥത്തിൽ അവർ എറിഞ്ഞുടയ്ക്കുന്നത് അവരുടെ ജീവിതങ്ങൾ തന്നെയാണ്. പൈശാചികതയുടെയും ദൈവനിഷേധത്തിൻ്റെയും അടയാളമായ അഹറോന്റെ സ്വർണ്ണക്കാളക്കുട്ടിയെ ആരാധിക്കുന്നവരാണ് നമ്മളെങ്കിൽ മോഡേൺ മനുഷ്യരെന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് എല്ലാത്തിനെയും ചോദ്യം ചെയ്യുന്നത്, വിമർശനാത്മകത നമ്മുടെ ജീവിതത്തിൽ വലിച്ചിഴക്കുന്നവരാണ് നാമെങ്കിൽ നമ്മളും ഇത്തരണത്തില് യൂദാസിനെ പോലെ സഭയെ നശിപ്പിക്കുന്ന, സഭയുടെ ഉള്ളിൽ തന്നെ ജീവിക്കുന്ന, സഭയുടെ സ്വന്തം മക്കളായിട്ട് മാറുന്നു. പലപ്പോഴും സഭയെ നശിപ്പിക്കുന്നത്, കുടുംബങ്ങളെ നശിപ്പിക്കുന്നത് പുറത്തു നിന്നുള്ള ആരുമല്ല, നമ്മൾ തന്നെയാണ് നമ്മുടെ സഭയെയും നമ്മുടെ കുടുംബങ്ങളെയും നാശത്തിന് ഇരയാക്കുന്നത്. ചെന്നായ്ക്കളുടെ ഇടയിൽ ചെമ്മരിയാടുകൾ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞ ഈശോനാഥൻ ഇന്ന് നിൽക്കുക അധികാരത്തിന്റെ മത്ത് പിടിച്ച ക്രൂരതയുടെ മുഖമുള്ള അധികാരികളുടെ മുൻപിൽ ആണ്. ഒരു നിസ്സഹായനായ കഴുതക്കുട്ടിയെ പോലെ, ഒരു നിസ്സഹായനായ ആട്ടിൻകുട്ടിയെ പോലെ ഈശോ ഇന്ന് നിൽക്കുകയാണ്. ചെമ്മട്ടി അടിയേറ്റ് തളർന്ന ഈശോയുടെ ശരീരം ഈശോയെ ചൂണ്ടിക്കാട്ടി പിലാത്തോസ് പറയുന്നത് ഇപ്രകാരമാണ്: ഇതാ ആ മനുഷ്യൻ. സഹിക്കുന്ന ഓരോ മനുഷ്യനെയും ചൂണ്ടിക്കാട്ടി ദൈവം പറയാൻ ആഗ്രഹിക്കുന്നതും പിലാത്തോസിന്റെ അധരങ്ങളിലൂടെ ദൈവം ഉരുവിടുന്നതും ഇപ്രകാരം തന്നെയാണ്: ഇതാ ആ മനുഷ്യൻ. സഹനത്താൽ
വേദനിക്കുന്ന ഓരോ മനുഷ്യനെയും ചൂണ്ടിക്കാട്ടി ദൈവം പറയാൻ ആഗ്രഹിക്കുന്നതും പറയാതെ പറഞ്ഞു വെക്കുന്നതും പീലാത്തോസിന്റെ അധരങ്ങളിലൂടെ ഉരുവിടുന്നതും ഇത് തന്നെയാണ്. ഇതാ ആ മനുഷ്യൻ. ദാരിദ്ര്യം കൊണ്ട് തളർന്നവർക്കും കടബാധ്യത കൊണ്ട് മനസ്സ് തകർന്നവർക്കും തെറ്റിദ്ധാരണകൾ കൊണ്ട് അപമാനിക്കപ്പെടുന്നവർക്കും ക്രിസ്തുവിന്റെ മുഖമാണുള്ളത്. അടിയേറ്റും അവമാനം സഹിച്ചും വിശന്നും മലഞ്ഞും ദാഹിച്ചും തളർന്ന ക്രിസ്തുവിനെ നോക്കി പീലാത്തോസിനോട് ദൈവം പറയാൻ ആഗ്രഹിച്ചതും ഇത് തന്നെയാണ്. ഇതാ ആ മനുഷ്യൻ. IS ഭീകരരുടെ മുൻപിൽ പിടയുന്ന ഓരോ ക്രിസ്ത്യാനികളെയും അഭയാർത്ഥികളായി കടലിൽ മുങ്ങിത്താഴ്ത്തപ്പെടുന്ന അനേകം പേരെയും നോക്കി ദൈവം പറയുന്നത് ഇപ്രകാരം തന്നെയാണ്. ഇതാ ആ മനുഷ്യൻ. ദൈവഹിതത്തോട് ചേർന്ന് സഹിക്കുന്നവരെ നോക്കി ദൈവം പറയുന്നതും ഇത് തന്നെയാണ്. ഇതാ മനുഷ്യത്വത്തിന്റെ മഹത്വം കുടികൊള്ളുന്ന മനുഷ്യൻ. സമ്പത്തും അധികാരവും കയ്യടിയുമല്ല, സഹനവും സ്നേഹത്തിൽ നിന്ന് ഉരുവാകുന്ന സഹനവുമാണ് മനുഷ്യത്വത്തിന്റെ ഉദാത്ത ഭാവങ്ങളെ വിളിച്ചറിയിക്കുന്നത്. സഹനമില്ലാതെ മക്കളെ വളർത്തുന്ന, സ്നേഹമെന്നറിയിക്കാതെ മക്കളെ വളർത്തുന്ന മാതാപിതാക്കൾക്ക് കാണാൻ സാധിക്കുക പലപ്പോഴും മക്കളുടെ സ്വഭാവം ഓർത്ത് കരയേണ്ടി വരുന്നതായിരിക്കും. കാരണം സഹനമില്ലാതെ മനുഷ്യത്വത്തിന്റെ മഹത്വം മനസ്സിലാക്കാനാവില്ല. അവരന്റെ സഹനത്തിന് മുമ്പിൽ പീലാത്തോസിനെ പോലെ കൈ കഴുകി തടിയൂരുന്നവർ മനുഷ്യത്വത്തിന് ഒരു അവമാനമാണ്. കഴുകുന്നവരെയല്ല, ക്രിസ്തുവിനെ പോലെ അവരന്റെ കാലുകൾ കഴുകുന്നവർക്ക് മാത്രമേ സഹനങ്ങളെ പരിഹരിക്കാൻ കഴിയൂ. സഹിക്കുന്നവർക്കെല്ലാം ക്രിസ്തുവിന്റെ മുഖമാണുള്ളത്. സഹിക്കുന്നവർക്കെല്ലാം അഭിഷിക്തൻ എന്നാണ് പേര്. കണ്ണീരും രക്തവും കൊണ്ടുള്ള അഭിഷേകമാണത്. എല്ലാ മുറിവുകളും തിരുമുറിവുകളാകും. എല്ലാ രക്തത്തുള്ളികളും വിശുദ്ധ കുരിശായി മാറും. എല്ലാ സഹനങ്ങളും ഈശോയുടെ കുരിശ് പോലെ മഹത്വമുള്ളതായി തീരും. സ്നേഹത്തിൽ എല്ലാം പൂർത്തീകരിച്ച ക്രിസ്തുനാഥൻ എല്ലാം പൂർത്തീകരിക്കാനായി പ്രായോഗികമായി നമുക്ക് നൽകുന്ന മാതൃക ക്ഷമയുടെ മാതൃകയാണ്. കുരിശിലെ ഈശോ ക്ഷമയുടെ മാതൃക നമുക്ക് പകർന്നു നൽകുന്നു. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, എന്തെന്നാൽ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല. കാൽവരിയിൽ കുരിശിന്റെ വിരിമാറിൽ 3 ആണികളിൽ തൂങ്ങി കിടന്നുകൊണ്ട് ക്രിസ്തു ലോകത്തിന് മുമ്പിൽ തുറന്നു കാട്ടുന്ന മാതൃക തൻ്റെ സഹനത്തിനും മരണത്തിനും ഒരുക്കിയവരോടും തൻ്റെ നിലവിളിയിൽ ആർപ്പുവിളിക്കുന്നവരോടുമാണ് അവിടുന്ന് ക്ഷമിക്കുന്നത്. ആ ക്ഷമയുടെ പാഠമാണ് ഈശോ നമുക്ക് നൽകുക. ദൈവത്തെക്കാൾ അധികാരത്തെ ശുശ്രൂഷിച്ച കയ്യാഫാസിന്റെ ക്രൂരതയും അറിഞ്ഞ സത്യത്തെക്കാൾ അനുഭവിച്ച സ്ഥാനമാനങ്ങളെ ആദരിച്ച പീലാത്തോസിന്റെ കപടതയും കൂട്ടത്തിൽ നിന്നും കുതികാല് വെട്ടുന്ന യൂദാസിന്റെ ഒറ്റലും കഥയറിയാതെ പീഡിപ്പിക്കപ്പെടുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന പടയാളിയുടെ സാഡിസ്യത്തെയുമാണ് ഈശോ വിമർശിക്കുന്നത്. അല്ലെങ്കിൽ അതിനെയാണ് ഈശോ തൻ്റെ ജീവിതത്തിൽ ക്ഷമിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നത്. സഹനം പാഴായി പോകാതിരിക്കാനുള്ള അത്ഭുത മന്ത്രമായിട്ടാണ് ഈശോ ക്ഷമയെ നമുക്ക് മുമ്പിൽ വരച്ചു കാണിക്കുക. കാൽവരിയോളം സഹിച്ചിട്ടും പലപ്പോഴും നമ്മുടെ മുറിവുകൾ തിരുമുറിവുകളായിട്ട് മാറുന്നില്ല. നമ്മുടെ സഹനങ്ങൾ ഈശോയുടെ സഹനങ്ങളായിട്ട് മാറുന്നില്ല. എവിടെയോ നമുക്ക് എന്തോ നഷ്ടപ്പെടുന്നുണ്ട്. ക്ഷമിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നതുകൊണ്ടാണ് നമ്മുടെ മുറിവുകൾ പലപ്പോഴും തിരുമുറിവുകളായിട്ട് മാറാത്തത്. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വിവാഹം നടത്തിയ മക്കളോട് കലഹിച്ച് ജീവിതകാലം മുഴുവൻ ക്ഷമിക്കാതിരുന്ന മാതാപിതാക്കൾ സഹനത്തെ പഴിക്കുന്നവരാണ്. അതിർത്തി തർക്കത്തിന്റെ പേരിൽ അയൽപ്പക്കത്തുള്ളവരോട് വർഷങ്ങളോളം പകയും വിദ്വേഷവും വച്ച് പുലർത്തി ക്ഷമിക്കാതെ ജീവിക്കുന്നവര് ഇത് തന്നെയാണ് നമ്മെ ഓർമ്മിപ്പിക്കുക. എല്ലാം പൂർത്തിയായത് സ്നേഹപൂർണമായ സമർപ്പണത്തിലൂടെയാണ്. എല്ലാം പൂർത്തിയായത് ഈശോയുടെ ക്ഷമയിലാണെന്ന സത്യം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഈ ദുഃഖവെള്ളി നമ്മുടെ ജീവിതത്തിലും
ഒരു മാറ്റത്തിൻ്റെ ദിവസമാക്കി മാറ്റാം. നമുക്ക് കൂടപ്പിറപ്പിനെ പോലെ കൊണ്ടു നടക്കുന്നവരെ നമുക്ക് സ്വന്തം എന്നോണം സ്നേഹിക്കാം. നമുക്കെതിരെ സംസാരിക്കുന്നവരെ, നമുക്കെതിരെ വാക്കുകൾ ഉയർത്തുന്നവരോട് നമുക്ക് ക്ഷമിക്കാം. നമ്മെ പീഡിപ്പിക്കുന്നവരോട് നമുക്ക് ക്ഷമിക്കാം. ഈശോയെ പോലെ നിശബ്ദരായിരിക്കാൻ, എൻ്റെ സഹനങ്ങൾക്ക് മുമ്പിൽ നിശബ്ദരായിരിക്കാൻ നമുക്ക് സാധിക്കണം. ക്ഷമയോടെ അതിനെ സ്വീകരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മൾ പലപ്പോഴും നമ്മുടേതായ രീതിയിൽ ചില സഹനങ്ങളെ നേരിടാനായിട്ട് പരിശ്രമിക്കുന്നവരാണ്. നമുക്കെതിരെ പ്രവർത്തിക്കുന്നവരോട് നമ്മൾ തിരിച്ചും അതേ സ്വഭാവത്തോടുകൂടെ പ്രതികരിക്കുന്നവരാണ്. എന്നാൽ ഈശോ നമുക്ക് പകർന്നു നൽകുന്ന പാഠം ഈശോയുടെ നാമത്തെ പ്രതി അവരോട് ക്ഷമിക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ നമുക്ക് ക്ഷമിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈശോ നമുക്ക് വേണ്ടി നിലകൊള്ളും എന്നുള്ളതാണ്. നമ്മെ സ്നേഹിക്കുന്നവരോട്, നമ്മെ ദേഷിക്കുന്നവരോട് നമ്മൾ അതേ രീതിയിൽ ദേഷിക്കുമ്പോൾ അത് ലോകത്തിൻ്റെ അരൂപിയാണ്. ലോകം നമ്മെ പഠിപ്പിക്കുന്ന മാർഗമെന്ന് പറയുന്നത് ഒരു കാരണത്തടിക്കുന്നവൻ്റെ മറ്റേ കാരണത്തടിക്കുക എന്നുള്ളതാണ്. ഈശോ നമ്മളോട് പറയുക, ഒരു അടിക്കുന്നവന് നമ്മുടെ മറുകരണം കാണിച്ചു കൊടുക്കാനാണ്. സ്നേഹം സകലതും ക്ഷമിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലതിനെയും നന്മ കൊണ്ട് വീണ്ടെടുക്കുന്നു. ഈശോ നമുക്ക് നൽകിയ വലിയ മാതൃക ഇതാണ്. തിന്മയെ നന്മ കൊണ്ട് ജയിക്കാൻ ഈശോ നമ്മെ കുരിശിൽ പഠിപ്പിക്കുന്നു. നമ്മുടെ ജീവിതങ്ങൾ ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഈശോ കുരിശിൽ നൽകിയ സ്നേഹത്തിൻ്റെ മാതൃക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അന്വർത്ഥമാക്കാം. എൻ്റെ കൂടപ്പിറപ്പുകളെ, നമുക്ക് ചുറ്റുമുള്ളവരെ ക്രിസ്തുവിൻ്റെ ഹൃദയത്തോടുകൂടെ മനസ്സിലാക്കാനായിട്ട്, അവരുടെ ജീവിതത്തിൽ ഒരു കുരിശായി മാറാതെ ഒരു സ്നേഹ സാന്നിധ്യമായിട്ട് മാറാനായിട്ട്, നമ്മുടെ ജീവിതത്തിലെ ദുരാശകളിലൂടെ, സ്വാർത്ഥതയിലൂടെ മറ്റുള്ളവർക്ക് കുരിശാകാതെ, നമ്മുടെ വാക്കുകളിലൂടെയും സ്നേഹസമൃദ്ധമായ സാമീപ്യത്തിലൂടെയും മറ്റുള്ളവർക്ക് പ്രത്യാശ നൽകുന്നവരാകാൻ ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ദിനത്തിൽ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.